नमस्ते दोस्तों। आज हम मलबे का मालिक नामक मोहन राकेश की कहानी के बारे में चर्चा करेंगे। कहानी के मुख्य पात्र हैं അബ്ദുൾ ഗനി, രക്കി പഹൽവാൻ और മനോരി. അബ്ദുൾ ഗനി എന്നുള്ളൊരു വൃദ്ധനായ ഒരു വ്യക്തിയാണ് ഈ കഥയിലെ മുഖ്യ കഥാപാത്രം. രക്കി പഹൽവാൻ അമൃതസറിൽ താമസിക്കുന്നൊരു ഗുസ്തിക്കാരനാണ്. പഹൽവാൻ എന്ന് വെച്ചാൽ ഗുസ്തിക്കാരൻ. മനോരി എന്ന് പറയുന്നത് അമൃതസറിലുള്ള ഒരു യുവാവാണ്. मलबे का मालिक कहानी का सारांश। मलबे का मालिक मोहन राकेश की भारत पाक विभाजन पर आधारित कहानी है। ये कहानी 1956 में प्रकाशित हुई थी। इस कहानी का मुख्य पात्र अब्दुल गनी नामक बूढ़ा व्यक्ति है जो हॉकी मैच देखने के बहाने अमृतसर आता है। विभाजन के समय दंगे के कारण वह പാകിസ്ഥാൻ चला गया था. മൽബെ കാ മാലിക് എന്ന കഥ മോഹൻ രാകേഷിൻ്റെ ഭാരത് പാക് വിഭാജനത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. ഈ കഥ 1956 പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഈ കഥയിലെ മുഖ്യ കഥാപാത്രം അബ്ദുൾ ഗനി എന്നു പേരുള്ള വൃദ്ധനായൊരു വ്യക്തിയാണ്. അദ്ദേഹം ഹോക്കി മാച്ച് കാണാൻ എന്ന പേരിൽ, ബഹാന എന്ന് വെച്ചാൽ പേരിൽ അല്ലെങ്കിൽ വ്യാജേന അമൃതസറിലേക്ക് വരികയാണ്. ഹോക്കി കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് അമൃതസറിലേക്ക് വരികയാണ്. വിഭാജന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കലാപം കാരണമാണ് അദ്ദേഹത്തിന് അമൃതസറിൽ നിന്ന് പാകിസ്ഥാൻ അല്ലെങ്കിൽ ലാഹോറിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ദംഗെ എന്ന് വെച്ചാൽ കലാപം എന്നാണ് അർത്ഥം. ഈ കലാപം കാരണമാണ് അദ്ദേഹത്തിന് ലാഹോറിലേക്ക് പോകേണ്ടി വന്നത്. ഉസ്കെ പുത്ര ചിരാഗുദ്ദീൻ अपने परिवार के साथ अमृतसर के नए मकान में रहते थे. चिरागुद्दीन की 2 बेटियां थीं, किश्वर और सुल्ताना. उसकी पत्नी का नाम जुबैदा था. അബ്ദുൾ ഗനിയുടെ മകൻ്റെ പേരായിരുന്നു ചിരാഗുദ്ദീൻ. ചിരാഗുദ്ദീൻ തൻ്റെ ഫാമിലിയുടെ കൂടെ അമൃതസറിലെ അയാളുടെ പുതിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ചിരാഗുദ്ദീന് 2 പെൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. കിശ്വർ ഓർ സുൽത്താന എന്നായിരുന്നു അവരുടെ പേരുകൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ജുബൈദ എന്നായിരുന്നു. ഭാരത് വിഭാജൻ के समय कई मुसलमान अमृतसर छोड़कर लाहौर चले गए थे. विभाजन से पहले ही अब्दुल गनी भी लाहौर चला गया था. 7.5 साल के बाद वह अपने पुराने घर को देखने की इच्छा से अमृतसर लौटता है. ഭാരത വിഭജന സമയത്ത് ഒരുപാട് മുസ്ലിംസ് അമൃതസർ ഉപേക്ഷിച്ചിട്ട് ലാഹോറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വിഭാജനത്തിന് മുന്നേ തന്നെ അബ്ദുൾ ഗനി ലാഹോറിലേക്ക് പോയതായിരുന്നു. 7.5 വർഷത്തിന് ശേഷം അദ്ദേഹം തൻ്റെ പഴയ വീട് കാണാനുള്ള ആഗ്രഹം കൊണ്ട് അമൃതസറിലേക്ക് തിരിച്ചു വരികയാണ്. दंगे में चिरागुद्दीन, उसकी पत्नी और 2 बेटियों की हत्या कर दी गई थी. उन्हें चिरागुद्दीन के ही दोस्त रक्की पहलवान ने हत्या कर दिया था. चिरागुद्दीन के घर के सारा सामान लूट लिया गया था और उसके बाद ही घर को आग लगा दी गई थी. लेकिन यह पता नहीं चल सका कि आग किसने लगाई थी. അങ്ങനെ അന്ന് സംഭവിച്ച ആ കലാപത്തിൽ വെച്ച് ചിരാഗുദ്ദീനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 പെൺകുട്ടികളെയും കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിനെ കൊന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഫ്രണ്ടായിട്ടുണ്ടായിരുന്ന രക്കി പഹൽവാൻ എന്ന വ്യക്തിയായിരുന്നു. ചിരാഗുദ്ദീൻ്റെ വീട്ടിലെ മുഴുവൻ സാധനങ്ങളും ആളുകൾ കൊള്ളയടിച്ച് കൊണ്ടുപോയി, എല്ലാം അവിടെ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോയി. അതിനുശേഷം ആ ചിരാഗുദ്ദീൻ്റെ ആ പുതുതായി നിർമ്മിച്ച വീടിനെ ആളുകൾ തീയിട്ട് നശിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആരാണ് ആ വീട്ടിന് തീ വെച്ചതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. രക്കി പഹൽവാൻ ने उस घर को अपना बनाने की लालच में चिरागुद्दीन की हत्या की थी. बाद में उसने कसम खाई थी कि घर को आग लगाने वाले को जिंदा नहीं छोड़ेंगे. अब 7.5 साल के बाद भी पहलवान उस मलबे को अपना जायदाद समझता है. वह किसी को भी वहाँ गाय भैंस बांधने की इजाज़त नहीं देता. ശരിക്കും രക്കി പഹൽവാൻ ചിരാഗുദ്ദീൻ്റെ ആ പുതിയ വീട് കൈക്കലാക്കാന്നുള്ള ഒരു അത്യാഗ്രഹത്തിലാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും കൊല്ലുന്നത്. ലാലച്ച് എന്ന് വെച്ചാൽ അത്യാഗ്രഹം.
പക്ഷേ രക്കി പഹൽവാൻ്റെ ആ ആഗ്രഹം നടക്കുന്നില്ല. മറിച്ച് ഏത് വ്യക്തിയോ ആളുകളോ ചേർന്നിട്ട് ആ ഒരു ചിരാഗുദ്ദീൻ്റെ വീട് തീ വെച്ച് നശിപ്പിച്ചു. ഈ സംഭവം ഉണ്ടായ സമയത്ത് രക്കി പഹൽവാൻ അവിടെ വെച്ചിട്ടൊരു ശപഥം എടുക്കുകയാണ്. എന്താ, ഇത് ചെയ്തയാളെ, ഈ വീടിന് തീയിട്ടയാളെ ജീവനോടെ വെറുതെ വിടില്ലെന്ന് അയാൾ അവിടെ പറഞ്ഞു. ഇപ്പോൾ 7.5 വർഷം കഴിഞ്ഞു ഈ സംഭവം നടന്നിട്ട്. എന്നിട്ടും പഹൽവാൻ ആ ഒരു അവശിഷ്ടമായി മാറി. ആ വീട് പൂർണ്ണമായി നശിച്ചു. ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. ആ അവശിഷ്ടങ്ങളെയാണ് ഇന്ന് അയാൾ തൻ്റെ പ്രോപ്പർട്ടിയെ പോലെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത്. അയാൾ അവിടെ ആരെയും തന്നെ പശുവിനെയോ മറ്റ് ജീവികളെയോ ഒന്നും കെട്ടാനും ഒന്നും അനുവാദം കൊടുക്കുന്നില്ല. ആരെയും അയാളൊന്നും ചെയ്യാൻ അവിടെ സമ്മതിക്കുന്നില്ല. अब्दुल गनी अमृतसर पहुंचकर अपने घर जाने का रास्ता भूल जाता है, क्योंकि वहाँ नई नई इमारतें बन गई थी. वहाँ उसकी मुलाकात मनोरी नामक युवक से होती है, जो उसकी पुरानी पड़ोसी था. मनोरी भी उन्हें पहचान लेता है. चिरागुद्दीन वहाँ का दर्जी था. मनोरी गनी को उसका घर दिखाता है, लेकिन वहाँ अब केवल मलबा बचा था. मनोरी ने गनी को यह नहीं बताया कि चिरागुद्दीन और उसके परिवार की हत्या रक्के पहलवान ने की थी. അബ്ദുൽ ഗനി അമൃതസറിൽ എത്തിയിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള വഴി മറന്നു പോവുകയാണ്. കാരണം അവിടെ പുതിയ ഒരുപാട് ബിൽഡിങ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് അയാൾ മനോരി എന്ന പേരിലൊരു യുവാവിനെ കാണുവാണ്. അയാൾ അദ്ദേഹത്തിൻ്റെ പഴയ ഒരു അയൽക്കാരനായിരുന്നു മനോരി എന്ന് പറയുന്ന ആൾ. മനോരി അദ്ദേഹത്തെ തിരിച്ചറിയാണ്. ചിരാഗുദ്ദീൻ അവിടെയുള്ളൊരു തയ്യൽക്കാരനായിരുന്നു, ദർജി തയ്യൽക്കാരൻ. മനോരി ഗനിയെ അയാളുടെ വീട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ആ വീട് നിലനിന്നിരുന്ന സ്ഥലത്ത് വെറും അവശിഷ്ടങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മനോരി ഗനിയോട് പറയുന്നില്ല ചിരാഗുദ്ദീനെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും കൊന്നുകളഞ്ഞത് രക്കി പഹൽവാനാണെന്ന് മനോരി പറഞ്ഞു കൊടുക്കുന്നില്ല. ചിരാഗ് की पत्नी और बेटियों की लाशें बाद में नहर के पानी में मिली थी. घर की हालत और अपने परिवार के नष्ट हो जाने के कारण अब्दुल गनी अत्यंत दुखी हो जाता है. इसी बीच गनी के लोग सोचते हैं कि गनी बदला लेने के लिए आया है. वह पहलवान को नहीं छोड़ेगा, लेकिन ऐसा कुछ भी नहीं होता, क्योंकि गनी को सच घटना की पता ही नहीं था. ചിരാഗിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ ആ ഒരു ഡെഡ് ബോഡീസ് കിട്ടുന്നത് അതിനടുത്തുള്ള ഒരു കനാലിൽ നിന്നായിരുന്നു. നഹർ എന്ന് വെച്ചാൽ കനാൽ. വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും തൻ്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടതും ഒക്കെ ഓർത്ത് അബ്ദുൽ ഗനി വളരെയധികം ദുഃഖിച്ചിരിക്കുകയായിരുന്നു. ഇതിനകം തന്നെ ആ ഒരു തെരുവിലുള്ള ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അബ്ദുൽ ഗനി തിരിച്ചു വന്നിട്ടുണ്ടെന്ന്. അവരൊക്കെ വിചാരിച്ചു അബ്ദുൽ ഗനി രക്കി പഹൽവാനോട് തൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണെന്ന്. പക്ഷേ അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചില്ല. കാരണം തൻ്റെ ഫാമിലി ഇല്ലാതാക്കിയത് രക്കി പഹൽവാനാണെന്നുള്ള സത്യം അദ്ദേഹം മനസ്സിലാക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് അവിടെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. रक्के से गनी की मुलाकात होती है. गनी कहता है कि जो होना था हो गया. अब मेरा सब कुछ नष्ट हो चुका है, जिसे कभी भी वापस नहीं पाया जा सकता. खुदा भले को भला बनाए और बुरे की बुराई माफ़ कर दे. गनी की बातें सुनकर रक्के पहलवान कुछ भी नहीं कर सका. उसके मन में भारी दबाव और अपराध बोध महसूस हुआ. അങ്ങനെ രക്കി പഹൽവാൻ്റെയും അബ്ദുൽ ഗനിയുടെയും കൂടിക്കാഴ്ച നടക്കുകയാണ്. ഗനി പറയാണ്, എന്താണോ സംഭവിക്കാനുണ്ടായിരുന്നത് അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി എനിക്കൊന്നും തന്നെ നഷ്ടപ്പെടാൻ ബാക്കിയില്ല. നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ എനിക്ക് തിരിച്ച് എടുക്കാനും സാധിക്കില്ല. ദൈവം നല്ലത് ചെയ്യുന്നവർക്ക് നന്മ കൊടുക്കട്ടെ, തെറ്റ് ചെയ്യുന്നവരുടെ തെറ്റ് ദൈവം പൊറുക്കട്ടെ എന്ന് പറയുന്നു. ഗനി പറഞ്ഞ ഈ ഒരു വാക്കുകളൊക്കെ കേട്ടിട്ട് പഹൽവാന് ഒന്നും തന്നെ സംസാരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അപരാധബോധവും കുറ്റബോധവും ഒക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. രാത് को जब रक्का आराम करने अपने मलबे के पास जाता है, तो एक कुत्ता उसे देखकर भौंकता है. लगता है जैसा कुत्ता मलबे का मालिक बन गया हो. രാത്രിയിൽ രക്ക പഹൽവാൻ വിശ്രമിക്കുന്നതിന് വേണ്ടി ആ വീടിൻ്റെ അവശിഷ്ടങ്ങളുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ഒരു കുത്ത വന്നിട്ട് അയാളെ നോക്കിയിട്ട് ഇങ്ങനെ കുരക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കുത്തയുടെ പ്രവൃത്തികൾ കണ്ടാൽ തോന്നും ആ കുത്തയാണ് ആ ഒരു അവശിഷ്ടങ്ങളുടെ ഉടമസ്ഥൻ എന്ന്. मलबे का मालिक कहानी सांप्रदायिकता के दुष्परिणाम, टूटते मूल्य और बिखरी हुई जिंदगी को उजागर करती है. इसी कारण से लोगों के बीच
भाईचारा और दया भी कम हो जाते हैं। कहानी में मलबा सिर्फ किसी घर का नहीं बल्कि टूटे हुए संबंधों एवं भरोसे का प्रतीक भी है। विभाजन के बाद जनता के वास्तविक जीवन को दिखाना ही लेखक का मुख्य उद्देश्य है. മൽബെ കാ മാലിക് അല്ലെങ്കിൽ അവശിഷ്ടങ്ങളുടെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ഈ കഥ നഷ്ടപ്പെടുന്ന മൂല്യങ്ങളുടെയും തകർന്നു പോകുന്ന ജീവിതത്തെയൊക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല ആളുകളുടെ ഇടയിൽ ഉള്ള ആ സാഹോദര്യം ദയൊക്കെ കുറഞ്ഞു വരുന്നു, ആളുകളുടെ ഇടയിൽ വർഗീയതയാണ് വർദ്ധിക്കുന്നത് എന്നൊക്കെയാണ് കാണിക്കുന്നത്. കഥയിലുള്ള ആ ഒരു അവശിഷ്ടം, ആ വീടിൻ്റെ അവശിഷ്ടം വെറും ഒരു വീടിൻ്റെ അവശിഷ്ടം മാത്രമല്ല, മറിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങളുടെയും വിശ്വാസത്തിൻ്റെ ഒരു സിമ്പൽ കൂടിയാണ്. വിഭജനത്തിന് ശേഷമുള്ള ആളുകളുടെ യഥാർത്ഥ ജീവിതത്തെ കാണിക്കാൻ വേണ്ടി കൂടിയാണ് ലേഖകൻ ഈ കഥ എഴുതിയിട്ടുള്ളത്.